ഹായ് ഓൾ. ഇന്നൊരു ശീലാവ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ശീലാവാണ് മീനെന്നൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് പാട് വിട്ടു കേട്ടോ. ചെറിയ മീനുകളും പിന്നെ കുറച്ച് ചൂര അങ്ങനത്തെ മീനുകളൊക്കെ എനിക്ക് കണ്ടാൽ തിരിച്ചറിയത്തുള്ളേ. അപ്പോൾ നമുക്ക് മീൻ കറി വെക്കാം. ഞാൻ ആദ്യം മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ഇട്ട് കൊടുക്കണം കേട്ടോ. ചുവന്നുള്ളി നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത്. എന്നിട്ട് കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കിയിട്ട് നമുക്കതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട്. പച്ചവെള്ളമാണ് ചേർക്കണം കേട്ടോ. ചേർത്തിട്ട് നമുക്കത് തിളച്ച് വരുമ്പോഴത്തേക്കിനും അതിലോട്ട് നമുക്ക് പുളിയും ചേർത്ത് പിന്നെ മീനും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പുളി ചേർത്തു. നല്ല ഉറയുള്ള പുളി ആയതുകൊണ്ട് 2 കഷ്ണം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ടെ. പണ്ടൊക്കെ ഇങ്ങനത്തെ വലിയ കഷ്ണം മീൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ മോര് കാച്ചിയതും കൂട്ടി ഒരു പിടുത്തമുണ്ട്. അങ്ങനെ ടേസ്റ്റ് അല്ലേ. എന്നിട്ട് ഇനി ഇതിലോട്ട് ഞാൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫുൾ മീനായിരുന്നേ, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1 കിലോ അടുത്ത് വരുന്ന ഒരു മീനായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഞാൻ എല്ലാം ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. മീൻ വെന്ത് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ കടുക് പൊട്ടിക്കാനായിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് ചുവന്നുള്ളി ഇട്ട് കറിവേപ്പില ഇട്ട് ഇനി നമ്മളത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ചുവന്നുള്ളി ആദ്യം ചേർത്തിട്ടില്ലായിരുന്നല്ലോ നമ്മൾ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചും കൂടെ ചേർക്കാം. എന്നിട്ട് നമ്മളതൊന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. ഉലുവ ചേർത്ത് കഴിയുമ്പോഴത്തേക്കിനും ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്കതിവിടെ കാണിക്കാൻ പറ്റിയില്ല. നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ചുറ്റിച്ചാൽ മതി കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.